ശ്രീ വിജി തമ്പി, പാളിച്ച പറ്റി എന്നുള്ളത് വസ്തുത തന്നെയാണ്, യാഥാർത്ഥ്യം അതുതന്നെയാണ്. ഇനി എന്ത് വിധത്തിലുള്ള ന്യായീകരണങ്ങൾക്കും അവിടെ പ്രസക്തിയില്ല. ഇനിയെങ്കിലും ഇവർ ഒരു തിരുത്തലിന് തയ്യാറാകുമെന്ന് നമുക്ക് കരുതാമോ? യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ശബരിമല ഒരു ക്ഷേത്രമാണോ ടൂറിസ്റ്റ് കേന്ദ്രമാണോ? അതൊരു ക്ഷേത്രമാണ്. ഈശ്വര ചൈതന്യമുള്ള ഷടാധാര പ്രതിഷ്ഠയുള്ള പൂർണ്ണമായും ഒരു അയ്യപ്പസ്വാമിയുടെ അല്ലെങ്കിൽ ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രമാണ്. ധർമ്മശാസ്താവിൻ്റെ വിഗ്രഹമാണ്. അതിൽ ജീവസമാധിയായ അയ്യപ്പസ്വാമി വിലയം പ്രാപിച്ചിരിക്കുന്ന അത്രയ്ക്കും പുണ്യപരിപാവനമായൊരു സ്ഥലമാണ്. ഞാൻ ചോദിക്കട്ടെ, അവിടെ വരുന്ന ഈ അയ്യപ്പന്മാർ അവർ വ്രതശുദ്ധിയോടുകൂടി, അതായത് അവർ വ്രതശുദ്ധി എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ എത്തണമെങ്കിൽ മണ്ഡലകാലം വ്രതമനുഷ്ഠിക്കണമെന്നുള്ളതാണ്. വ്രതശുദ്ധി എന്താണ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നേരം വെളുക്കുന്നതിന് വേണ്ടി കുളിച്ച് പ്രാർത്ഥിച്ച് വൈകുന്നേരം വീണ്ടും കുളിച്ച് പ്രാർത്ഥിച്ച് ആ രീതിയിൽ വ്രതശുദ്ധിയോടുകൂടി വേണം ശബരിമല വരാനെന്ന് പറയുന്നു. ഈ പമ്പയിൽ വന്നിട്ട് 15-20 മണിക്കൂർ ഇവർ ക്യൂ നിൽക്കുമ്പോൾ ഇവരുടെ വ്രതം എവിടെ പോകും? ഞാൻ ചോദിക്കട്ടെ, ഇവർ മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കാൻ പറ്റുമോ? അത് പ്രകൃതിയുടെ ആവശ്യമാണ്. വെള്ളം പോലും കിട്ടുന്നില്ല, ഭക്ഷണം കിട്ടുന്നില്ല. അപ്പോൾ എന്നിട്ട് ഈ മുഷിഞ്ഞ നാറിയ വസ്ത്രവും ഈ ഒരു ശുദ്ധമാവാത്ത അവസ്ഥയിലാണ് ഇവർ 18-ാം പടി ചവിട്ടി ഭഗവാന്റെ മുമ്പിൽ എത്തുന്നത്. എന്ത് കഷ്ടമാണെന്ന് നോക്കിക്കൊള്ളണേ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായ സമയം കൊടുത്തിട്ട് ആ സമയത്ത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർ വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കണം. ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ CPM പ്രതിനിധി പറഞ്ഞു ഈ ആൾക്കാരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൂടും. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എല്ലാ മാസവും 5 ദിവസവും നട തുറക്കുന്നുണ്ടല്ലോ. ഈ 5 ദിവസം നട തുറക്കുമ്പോൾ എത്ര പേരവിടെ വരുന്നുണ്ട്? 1-ാം തീയതി, അതായത് ആദ്യത്തെ ദിവസം എല്ലാ മാസവും 1-ാം തീയതി സ്ഥിരം വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആ ആൾക്കാർ കഴിഞ്ഞാൽ 2, 3, 4, 5 ദിവസങ്ങളിൽ അവിടെ ആളില്ല, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പം പക്ഷേ അതെന്താണ് അവർ ഈ മണ്ഡലകാലത്ത് എന്താണ് തിരക്ക് വരുന്നത്? അപ്പോൾ മണ്ഡലകാലമാണ് ശബരിമലയിൽ പ്രാധാന്യം. ഈ 41 ദിവസത്തെ പ്രാധാന്യമുണ്ട്. മാത്രമല്ല ഈ മകരവിളക്കിൻ്റെ പ്രാധാന്യമുണ്ട്. പണ്ട് കാലത്ത് ശബരിമല മകരവിളക്കിന് മാത്രം തുറന്നിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം മണ്ഡലകാലം മാത്രമായി. പിന്നെ 1-ാം തീയതി മാത്രം തുറക്കുന്നൊരവസ്ഥയായി. പിന്നെ 1-ാം തീയതി എന്നുള്ള 5 ദിവസം നീട്ടി. ഈ 5 ദിവസം നീട്ടി ആളില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ മണ്ഡലകാലത്ത് കൃത്യമായ രീതിയിൽ ഒരു വർഷത്തെ മണ്ഡലം കഴിയുമ്പോൾ തന്നെ അടുത്ത വർഷം മണ്ഡലകാലത്തിന് വേണ്ടി അനൗൺസ് ചെയ്യും. ഓരോ ദിവസത്തെയും കൃത്യമായി ബുക്കിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ആ മണ്ഡലകാലത്ത് വരുന്ന ആൾക്കാർ നേരത്തെ ബുക്ക് ചെയ്ത് അവർ വരിക. അല്ലാതെ വന്ന് ഈ പറഞ്ഞ അനിയന്ത്രിതമായ തിരക്കുണ്ടാവില്ല, അശാസ്ത്രീയമായ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൃത്യമായി ചെയ്തൊരു കാനന ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിനകത്ത് വരാൻ പറ്റുന്ന ഭക്തർക്ക് 18-ാം പടി, ഇടയ്ക്ക് കഴിഞ്ഞ പ്രസിഡൻ്റായിട്ട് ആൾ പറഞ്ഞു 18-ാം പടി അങ്ങ് വലുതാക്കാമെന്ന്. അപ്പം എൻ്റെ ക്ഷേത്രം അങ്ങ് വലുതാക്കിയ പോലെ. പിന്നെ ശബരിമല ക്ഷേത്രം എന്നാൽ പൊളിച്ച് നേരെ പമ്പയെ കൊണ്ടുവച്ചാൽ പോരെ, പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ. ശബരിമല ക്ഷേത്രത്തെ പൊളിച്ച് പമ്പയെ കൊണ്ടുവച്ചാൽ ആൾക്കാർ ഇഷ്ടം പോലെ ഒന്ന് തൊഴുതിട്ട് പോകാം. ശ്രീ സതീഷ് വസന്ത്, ഒറ്റ മിനിറ്റിൽ ഇത്തരത്തിൽ തന്നെയാണ്. അതായത് പരിഹരിക്കാവുന്ന മാർഗങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഈ നോട്ടം നാണയത്തുട്ടുകളിൽ മാത്രമാകുമ്പോഴാണ് പ്രശ്നം. നോക്കൂ രോഹിണി, അതൊക്കെ തെറ്റായ രോഹിണി ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തെറ്റായ നടപടി സംസാരിക്കുന്നു. കാര്യം അതൊന്നുമല്ല. അവിടെ നോട്ട് എന്തിനാണ്? നാണയത്തിൽ മാത്രം അങ്ങനെയല്ല. ആദ്യത്തെ ഈ സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു പാളിച്ച വന്നിട്ടുണ്ട്. അത് സമ്മതിച്ചല്ലോ. അത് ബഹുമാനപ്പെട്ട ജയകുമാർ സമ്മതിച്ചല്ലോ. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ നോക്കൂ. കഴിഞ്ഞ മണ്ഡലകാലം ഇങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ? വെർച്വൽ ക്യൂ കറക്റ്റ് ആയിരുന്നു. അല്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറ്റിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം വളരെ സമാധാനപരമായിട്ടാണ് വെർച്വൽ ക്യൂ എല്ലാം. ഒരിക്കലുമില്ല. ആദ്യത്തെ ദിവസങ്ങളിൽ ഇത്തരത്തിൽ തന്നെയായിരുന്നു. നമ്മൾ അതിന്മേൽ ചർച്ചയൊക്കെ നടത്തിയതാണ്. 12-13 മണിക്കൂറുകൾ നിന്നതാണ്. ഇതൊക്കെ നമ്മുടെ കൺമുന്നിലുള്ളത് തന്നെയാണ്. സമയക്കുറവുള്ളതുകൊണ്ട് മാത്രം. കഴിഞ്ഞ മലയാള മാസം 1-ാം തീയതി എന്തായിരുന്നു? ആവർത്തിക്കുന്ന വീഴ്ച തന്നെയാണ്. സമയക്കുറവുള്ളതുകൊണ്ട് കള്ളന്മാരുടെ ദേവസ്വം ബോർഡിന്റെയും CPM-ന്റെയും കാട്ടുകള്ളന്മാരുടെ ഒരു വിഹാര കേന്ദ്രമായിട്ട് ശബരിമല മാറിയിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നവും. അതെ, തീർച്ചയായും. എന്തായാലും നമ്മുടെ ജനം ഡിബേറ്റിന്റെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. കുടിവെള്ളമില്ലാത്ത, ശൗചാലയ സൗകര്യമില്ലാത്ത, മണിക്കൂറുകൾ നീളുന്ന ക്യൂ, നിന്ന് മടുത്ത് തിരക്ക് കൂടുന്നത് കണ്ട് ഭയന്ന് ബാരിക്കേഡ് ചാടിക്കടക്കുന്ന ഭക്തർ, സ്ത്രീകളും കുട്ടികളും കഷ്ടപ്പെടുന്ന ഹൃദയഭേദകമായ കാഴ്ച. അധികൃതരെ, നിങ്ങൾ ഇനിയെങ്കിലും കണ്ണു തുറക്കൂ. ഉത്തരവാദിത്വത്തോടുകൂടി കാര്യങ്ങൾ നടപ്പിൽ വരുത്തൂ. ആസൂത്രിതമായി ശബരിമലയിൽ സ്വർണ്ണയ്ക്കുള്ള നടത്താൻ കാണിച്ച ആ കുബുദ്ധിയുടെ 10-ലൊരംശമെങ്കിലും പാവപ്പെട്ട ഭക്തർക്കായി നീക്കിവെക്കൂ എന്നേ ഞങ്ങൾക്കും പറയാനുള്ളൂ.